ആത്മാവ്, മനസ്സ്, ശരീരം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ. ഇത് ത്രിഗുണ വൈഭവത്താലാകുന്നു, ത്രിമൂർത്തി വൈഭവത്താലാകുന്നു. ആത്മാവ് എന്ന് പറയുന്നത് ബ്രഹ്മശക്തിയാകുന്നു, മനസ്സെന്ന് പറയുന്നത് വൈഷ്ണവ ശക്തിയാകുന്നു, ശരീരശക്തിക്ക് കാരണം ശൈവശക്തിയാകുന്നു. ഇതെല്ലാവർക്കും സിമ്പിളായിട്ട് മനസ്സിലാകുമല്ലോ. മനസ്സിലാവും. ബ്രഹ്മശക്തിയാണ് ഈ പരമാത്മ ചൈതന്യം എന്ന് പറയുന്നത്. അത് ജന്തുലോകമാണ്. ശരിക്കും ജീവലോകത്തെയാണ് പരമാത്മ ചൈതന്യം എന്ന് പറയുന്നത്. അത് ജനിക്കുന്നത് ജീവാത്മ ചൈതന്യമായിരിക്കുന്ന സസ്യപ്രകൃതിയിൽ നിന്നാണ്. അചരമായി നിൽക്കുന്ന, ചലിക്കാതെ നിൽക്കുന്ന ഈ സസ്യലോകത്തിൽ നിന്നാണ്, ഈ വൈഷ്ണവ ശക്തിയായിരിക്കുന്ന ഈ ഹരിതലോകത്തിൽ നിന്നാണ് പരമാത്മ ചൈതന്യം ജനിക്കുന്നത്. എനിക്ക് മനസ്സിലാവുണ്ടോ? ജന്തുലോകം എന്ന് പറഞ്ഞാൽ, നമ്മുടെ മാതൃലോകം എന്ന് പറഞ്ഞാൽ, ശ്രീജന ലോകം എന്ന് പറഞ്ഞാൽ പരമാത്മ ചൈതന്യമാണ്. അത് ചൈതന്യമാണ് സ്ത്രീകള്, ശക്തിയാണ് പുരുഷൻ. ഇത്രയും പിടികിട്ടിയോ? മനസ്സിലായി. പരമാത്മ ചൈതന്യം എന്ന് പറഞ്ഞാൽ അങ്ങക്ക് മനസ്സിലാവും, ചരിക്കുന്നതാണ്, ഇവർക്കെല്ലാം തലകളുള്ളതാണ്, ഹെഡിന് പ്രാധാന്യമുള്ളതാണ്, ആത്മശക്തിയാൽ മുന്നോട്ട് പോകുന്നതാണ്. ഇവരുടെ എല്ലാം ക്രിയേറ്റീവ് ഹെഡ് എന്ന് പറയുന്നത് തലയാണ്. ആത്മാവ് ശിരസിലാണ് ആത്മാവ് വസിക്കുന്നത്. അപ്പൊ അങ്ങനെയായിട്ടുള്ള സ്ത്രീജന ലോകം ശിരസോ മുഖമോ മറയ്ക്കുവാൻ പാടില്ല ക്ഷേത്രത്തിൽ പോകുമ്പോൾ. എന്തുകൊണ്ട്? കാരണം പരമാത്മ ചൈതന്യമാണ്. അതുകൊണ്ടാണ് ഇന്ദ്രിയഗ്രാമമായിരിക്കുന്ന ഫേസ് അവിടെ മറയ്ക്കാത്തത്. കാരണം ഇവിടെ നമ്മള് ഈ ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് നല്ല സ്പർശം, നല്ല രസം, നല്ല ഗന്ധം, നല്ല ദൃശ്യം, നല്ല ശ്രവണം എന്നതിന് വേണ്ടിയിട്ടാണ്. പഞ്ചഭൂത സേവയ്ക്ക് വേണ്ടിയിട്ട് പഞ്ചേന്ദ്രിയങ്ങളെ നമ്മൾ അവിടെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് ഈ പഞ്ചഭൂത ഗുണം നമുക്ക് ലഭിക്കുന്നത്. അവിടെ നല്ല സ്പർശം, നല്ല രസം, നല്ല ഗന്ധം, നല്ല ദൃശ്യം, നല്ല ശ്രവണം എന്നിവ ആസ്വദിക്കണമെങ്കിൽ നമ്മളുടെ ഇന്ദ്രിയഗ്രാമമായിരിക്കുന്ന ഫേസ് മറയ്ക്കുവാൻ പാടില്ല. ഇത്ര മനസ്സിലായി? അത് മനസ്സിലായി. അപ്പോ ശിരസിന് അവിടെ പ്രാധാന്യം വന്നു. ഇനി ശൈവ നിലയമായിരിക്കുന്ന ഈ ക്ഷേത്രഭൂമിയിൽ, അതായത് ഒരു ക്ഷേത്രഭൂമിയെ ഈ പഞ്ചഭൂത ശുദ്ധിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ പറയുന്ന സ്പർശം, രസം, ഗന്ധം, രൂപം, ശ്രവണം എന്ന് പറയുന്ന ആ പഞ്ചഭൂത ഗുണങ്ങൾക്ക് വേണ്ടിയിട്ട് വെറുതെ ഗുണം അവിടെ കിട്ടുകയല്ല, അവിടെ മണ്ണിനെ മാധവമാക്കുകയാണ്, ജലത്തെ ജീവനമാക്കുകയാണ്, തീർത്ഥഭൂവാണത്, വായുവിനെ പ്രാണവമാക്കുകയാണ്, വൃക്ഷങ്ങളാൽ പത്രികളാൽ അഗ്നിയെ ഔഷധമാക്കുകയാണ്, ആകാശത്തെ അലയമാക്കുകയാണ്. നിശ്ചയം നടക്കുന്ന പൂജകളിലൂടെയാണ് സംഭവിക്കുന്നത്. അതെ, ആകാശത്തെ ആലയമാക്കുകയാണ്. ആകാശത്തിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ആനന്ദമാണ്. അന്നമയ, പ്രാണമയ, മനോമയ, വിജ്ഞാനമയ, ആനന്ദമയമായിട്ടുള്ള അവസ്ഥകൾ ആ ക്ഷേത്രഭൂമിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. നല്ല തീർത്ഥത്തെ ജനിപ്പിക്കുന്ന തീർത്ഥഭൂവാകുന്നത്, തീർത്ഥാടന കേന്ദ്രമാകുന്ന ഇടത്ത് നമ്മൾ ആ മണ്ണിൽ സ്പർശിക്കേണ്ടത് ശുദ്ധമായ നഗ്നമായ പാദങ്ങളിലൂടെ ആകുമ്പോൾ മാത്രമാണ് നമുക്ക് ആ വിഭൂതി ലഭിക്കുന്നത്, അല്ലെങ്കിൽ ആ ആനന്ദം ലഭിക്കുന്നത്, നമുക്ക് ശരീരത്തിന് ഗാത്രത്തിന് ബലം ലഭിക്കുന്നത്. നമ്മുടെ പാദബലം എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ ദേഹബലം. ഈ മണ്ണ് അങ്ങ് പറഞ്ഞോ മനസ്സിലായി. ക്ഷേത്രത്തിന് ഇപ്പൊ അങ്ങ് പറഞ്ഞോ മനസ്സിലായത്, ക്ഷേത്രത്തിന് സമമായി മറ്റൊന്നും ഈ ലോകത്തില്ല, ക്ഷേത്രം മാത്രമേ ഉള്ളൂ. ക്ഷേത്രം എവിടെയാണ്? അങ്ങൊന്ന് പറയൂ. ക്ഷേത്രഭൂമിയിലല്ലാതെ നഗ്നപാതരായിട്ട് ചവിട്ടാൻ പറ്റുന്ന, തൊട്ടു തൊഴാൻ പറ്റുന്ന ഒരു മണ്ണ് കാണിച്ചു തരും. ശുദ്ധമായ സ്ഥലങ്ങളില്ല. ഒരു തീർത്ഥം തേൻ സമാനമാണ് തീർത്ഥം. ആ തീർത്ഥം എന്ന് പറഞ്ഞാൽ തേൻ സമാനമായിട്ടുള്ള തീർത്ഥഭൂ വേറെ എവിടെയെങ്കിലും കാണിച്ചു തരും? ഇല്ല. ഒരു നല്ല തീർത്ഥത്തിന് വേണ്ടിയിട്ട് ഒരു ഖണ്ഡത്തെ, ഒരു പ്രദേശത്തെ പഞ്ചഭൂത ശുദ്ധിയിലൂടെ ദ്രവ്യകലശങ്ങളാടി ദ്രവ്യശുദ്ധി ആടുന്നിടം ക്ഷേത്രം. ഗണപതി ഹോമങ്ങളാൽ വായുവിനെ നവീകരിച്ച് ശുദ്ധീകരിച്ച് ആ അന്തരീക്ഷത്തെ ഏറ്റവും പോസിറ്റീവാക്കി മാറ്റുന്ന ഇടത്താണ് നമ്മൾ ചെല്ലേണ്ടത്. അപ്പോ നമ്മളവിടെ ചെല്ലുമ്പോൾ സ്ത്രീജനങ്ങൾ ശിരസോ പാദമോ മറയ്ക്കുവാൻ പാടില്ല. നഗ്നപാതരായിരിക്കണം, ശുദ്ധപാതരായിരിക്കണം, ശിരസ് മറയ്ക്കാതെയും ചെല്ലണം. ഇത്രയും മനസ്സിലായോ? അത് മനസ്സിലായി. അപ്പൊ അത് ആ ഇന്ദ്രിയ ഗുണങ്ങൾ അനുഭവിക്കണമെങ്കിൽ തലയിൽ തുണിയിട്ട് കയറിയാൽ അത് കിട്ടുമോ? തൊപ്പി വെച്ച് കയറിയാൽ കിട്ടുമോ? ഹെൽമെറ്റ് വെച്ച് കയറിയാൽ കിട്ടുമോ? അവിടുത്തെ എല്ലാ സദ്ഗുണങ്ങളും നമ്മളുടെ ഈ മനുഷ്യ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പരമാത്മ ചൈതന്യമായിരിക്കുന്ന ശ്രീജന ലോകത്തിന് ഈ ശിരസോ
പാദമോ മറയ്ക്കുവാൻ പാടില്ല. ഓക്കെ അല്ലേ? ഉവ്വ. അതെ, അപ്പൊ അത്ര ഓക്കെ ആണല്ലോ. അത് മനസ്സിലായി. ഇത്രയും ജനങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. തീർച്ചയായിട്ടും മനസ്സിലാവും. അങ്ങനെ കൃത്യമായി പറഞ്ഞു. ഇനി പുരുഷൻ ജീവാത്മ ചൈതന്യമായിരിക്കുന്ന സസ്യലോകത്തിൽ നിന്നാണ് പരമാത്മ ചൈതന്യമായിരിക്കുന്ന ജന്തുലോകം ജനിക്കുന്നത്. ഈ പരമാത്മ ചൈതന്യമായിരിക്കുന്ന ജന്തുലോകമായിരിക്കുന്ന നമ്മുടെ മാതൃലോകത്തിന്റെ ഗർഭപാത്രത്തിൽ നിന്നിട്ടാണ് പുരുഷൻ ജനിക്കുന്നത്. പുരുഷൻ അറിവ് കൊണ്ട് ജീവാത്മ ശക്തിയാണ്. പരമാത്മ ചൈതന്യമായിരിക്കുന്ന മാതാവിൽ നിന്നും ഉയർകൊണ്ട ജീവാത്മ ശക്തിയാണ് അറിവുള്ള പുരുഷൻ. വൈഷ്ണവ അവതാരമാണ്, വൃക്ഷലോകത്തിന്റെ അവതാരമാണ്. അത്ര മനസ്സിലായോ? അത് മനസ്സിലായി. വൃക്ഷലോകമാണ് സർവ്വ ജീവലോകത്തിനും അവതാരത്തിന് കാരണമായിരിക്കുന്നത്. സർവ്വ ജീവലോകത്തിന്റെയും അവതാര കാരണം മഹാവൈഷ്ണവ ശക്തിയാകുന്നു, ഹരിയാകുന്നു, ഹരിതലോകമാകുന്നു. അത്രയും മനസ്സിലായോ? അതെ, ജന്തുലോകത്തിന് ഓക്സിജൻ കൊടുക്കുന്നത് വൈഷ്ണവ ശക്തിയാണ്. അതെ, ആ ഹരിതലോകത്തിന്റെ അസ്തിത്വത്തിൽ ജനിക്കുന്നത് മാത്രമാണ് ഈ പരമാത്മ ചൈതന്യമായിരിക്കുന്ന ജന്തുലോകം. അത്രയും ഓക്കെ അല്ലേ? അത് മനസ്സിലായി. ആ ജന്തുലോകമായിരിക്കുന്ന മാതൃലോകത്തിന്റെ ഗർഭപാത്രത്തിൽ ജനിക്കുന്ന ജീവാത്മ ശക്തിയായിരിക്കുന്ന എന്നാൽ ഒരേ സമയം പരമാത്മ ചൈതന്യമായിരിക്കുന്ന പുരുഷൻ, അതായത് നരൻ നാരായണനാകുന്ന അവസ്ഥയാണ്. എങ്ങനെയാണ് നരൻ എന്ന് പറഞ്ഞാൽ വൃക്ഷം എന്നാണ് അർത്ഥം. നരൻ എന്താണ് ഡ്യൂട്ടി ചെയ്യുന്നതെന്ന് അറിയാമല്ലോ അങ്ങക്ക്? അതായത് പ്രേമരൂപേണ ജലത്തെ അയനം ചെയ്യിപ്പിക്കുന്നവനാണ്. അതേസമയം നാരത്താൽ പ്രേമരൂപേണ അയനം ചെയ്യുന്നവനുമാണ്. ജലത്തെ അയനം ചെയ്യിപ്പിക്കുന്നവനാണ് നരൻ. പ്രവർത്തി കൊണ്ട്, ജ്ഞാനം കൊണ്ട് ഈ മഹാവൃക്ഷ പ്രകൃതിക്കൊപ്പം ഈ നരനൊപ്പം നാരായണനായിരിക്കുന്ന മനുഷ്യൻ ജ്ഞാനം കൊണ്ട് നാരത്തെ അയനം ചെയ്യിപ്പിക്കുവാൻ ശേഷിയുള്ളവനാണ്. അതായത് ബുദ്ധി കൊണ്ട് മഹാവൃക്ഷ പ്രകൃതിയുടെ ഡ്യൂട്ടി ചെയ്യുന്നതാണ്. ഈ ബുദ്ധി കിട്ടിയിരിക്കുന്നത് ഈ മഹാവൈഷ്ണവ ശക്തിയുടെ അംശാവതാരമായതുകൊണ്ടാണ്. അതായത് ഹരിയാഹാരം കഴിക്കുന്നത് കൊണ്ടാണ് ഈ ബുദ്ധി ആ മനുഷ്യന് കിട്ടിയിരിക്കുന്നത്. നരൻ നാരായണനായിരിക്കുന്നത്. നരൻ നാരായണനാകുന്നത് വൃക്ഷലോകം എങ്ങനെയാണോ നാരത്തെ അയനം ചെയ്യിപ്പിക്കുന്നത്, ചുട്ടുപൊള്ളി ഉരുകി നിൽക്കുന്ന മണ്ണിലേക്ക് ജലത്തെ കൊണ്ട് എത്തിക്കുന്നത് നരനാണ്, വൃക്ഷലോകമാണ്. ആ വൃക്ഷലോകം എങ്ങനെയാണോ നാരത്തെ എത്തിക്കുന്നത്, അതുപോലെ ജ്ഞാനത്താൽ നാരത്തെ നാരിയെ സംരക്ഷിക്കുന്നവൻ, അയനം ചെയ്യിപ്പിക്കുന്നവൻ, അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന് ഉരുവിട്ടുകൊണ്ട് നാരത്തെ നാരിയെ അയനം ചെയ്യിക്കുന്നവൻ, സംരക്ഷിക്കുന്നവൻ ആരോ അവൻ നാരായണൻ. ഇത്ര മനസ്സിലായോ? അത് മനസ്സിലായി. അമ്മയുടെ രൂപത്തിൽ നാരമയനം ചെയ്യട്ടെ, ദേവിയുടെ രൂപത്തിൽ നാരമയനം ചെയ്യട്ടെ, ലക്ഷ്മിയുടെ രൂപത്തിൽ ജന്തുലോകത്തിന്റെ രൂപത്തിൽ നാരമയനം ചെയ്യട്ടെ, ഭദ്രയുടെ രൂപത്തിൽ ചെറിയ ചെടികളുടെ രൂപത്തിൽ നാരമയനം ചെയ്യട്ടെ. ഇതാണ് ഈ നാമങ്ങളെല്ലാം. അപ്പൊ അങ്ങനെ അയനം ചെയ്യിപ്പിക്കാൻ ശേഷിയുള്ള, ബുദ്ധി കൊണ്ട് സാമർഥ്യമുള്ള മഹാവൈഷ്ണവ ശക്തിയുടെ അവതാരമായിരിക്കുന്ന പുരുഷൻ ഒരേ സമയം ജീവാത്മശക്തിയും ഒരേ സമയം പരമാത്മ ചൈതന്യവുമാണ്. ജീവാത്മ ശക്തി എന്ന് പറഞ്ഞാൽ സസ്യലോകമാണ്, പരമാത്മ ചൈതന്യം എന്ന് പറഞ്ഞാൽ ജന്തുലോകമാണ്. ഇത്രയും മനസ്സിലായോ? അത് മനസ്സിലായി. സമ്മിശ്രമാണ് പുരുഷൻ. ഒരേ സമയം യുഗ്മസഞ്ചാരം ചെയ്യിക്കുന്ന ആ പുരുഷൻ, അതായത് സസ്യലോകവും ജന്തുലോകവും ചേർന്ന യുഗ്മസഞ്ചാരമാണ് ജീവിതം. ആ ജീവിതത്തെ ഒന്നിച്ചു കൊണ്ടുപോകുന്ന, ആ യുഗ്മസഞ്ചാരത്തെ ഒന്നിച്ചു സാധ്യമാക്കുന്ന പുരുഷൻ ജ്ഞാനം കൊണ്ട് മഹാവൈഷ്ണവ ശക്തിയുടെ അവതാരമാകയാൽ ഹൃദയശൻ വിഷ്ണുവാണ്. ആ ഹൃദയസ്ഥാനവും കൂടി മറയ്ക്കുവാൻ പാടില്ല. അതുകൊണ്ടാണ്, അതായത് ഒന്നും കൂടി പറഞ്ഞു തരാം. നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞ ആത്മശക്തിയെ മനസ്സിലേക്ക് ആവാഹിച്ചുകൊണ്ട് തന്നെയാണ് പുരുഷൻ ഇരിക്കേണ്ടത്. ആകയാൽ ഹൃദയശനായിരിക്കുന്ന മനസ്സിന്, ഹൃദയത്തിലാണ് മനസ്സിന്റെ സ്ഥാനം. ശിരോ ബ്രഹ്മ ഹൃദയോ വിഷ്ണു ദിപാദേ ശിവം. ശിരസിലാണ് ബ്രഹ്മശക്തി, വൈഷ്ണവശക്തി ഹൃദയത്തിലാണ്. ഈ സസ്യലോകം തരുന്ന ഓക്സിജനിലാണ് ഹൃദയം തുടിക്കുന്നത്. ആ ഓക്സിജൻ അകത്ത് ചെല്ലുന്നത് ഹൃദയശനായിരിക്കുന്ന വിഷ്ണുവിന്റെ സപ്പോർട്ടിലാണ്. ഹൃദയത്തിലാണ് വിഷ്ണു ശയിക്കുന്നത് സങ്കല്പം. ഈ പാദങ്ങളിലുമാണ്. അരക്കെട്ടിന് താഴത്തേക്കാണ് ശിവത്വം. ഒരേ സമയം ശൈവശക്തിയായിരിക്കുന്ന പുരുഷൻ, അതായത് ശരീരം ശൈവശക്തിയാണ് പുരുഷന്റെ. ജീവാത്മശക്തിയും പരമാത്മ ചൈതന്യവും വഹിക്കുന്ന പുരുഷൻ. ആ ശൈവശക്തിയാൽ ഉയർക്കൊണ്ട മനസ്സിൽ വൈഷ്ണവ ശക്തിയായിരിക്കുന്ന, നമ്മുടെ മനസ്സിലിരിക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ വിഷ്ണുവാണ്. ബ്രെയിനിലിരിക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവാണ്.
ശരീരം ശൈവവുമാകുന്നു, ശിവനുമാകുന്നു. അപ്പോ നമ്മളുടെ ശരീരത്തില് 3 വൈഭവങ്ങളുണ്ട്. ബ്രഹ്മശക്തി, അതുപോലെ തന്നെ വൈഷ്ണവശക്തി, ശൈവശക്തി. ഇത് 3 ചേർന്നാണ് ആത്മാവ്, മനസ്സ്, ശരീരം. ദൈവ ജൈവ ശൈവ കണങ്ങളുടെ ഒന്നായ രൂപമാണ് ജീവൻ. ഇത്ര മനസ്സിലായില്ലേ? അത് മനസ്സിലായി. ആ ത്രിഗണ വൈഭവത്തിന് വേണ്ടി, ശരീരത്തിന്റെ ശക്തിക്ക് വേണ്ടി, മനസ്സിന്റെ ഭക്തിക്ക് വേണ്ടി, ആത്മാവിന്റെ ബുദ്ധിക്ക് വേണ്ടി ക്ഷേത്രത്തിലെത്തുന്ന മനുഷ്യൻ ഈ 3 ഗണത്തിനും പ്രാധാന്യം കൊടുക്കും. ഇപ്പൊ മനസ്സിലായോ? ആത്മാവിന്, മനസ്സിന്, ശരീരത്തിന് പ്രാധാന്യം കൊടുക്കും. ആര്? പുരുഷൻ. ത്രിഗണ വൈഭവമാണ്. ഒരേ സമയം ബ്രഹ്മാവിൽ വിശ്വസിക്കുന്നു, ഒരേ സമയം വൈഷ്ണവ ശക്തിയായിരിക്കുന്ന ഈ ഹരിതലോകത്തിൽ വിശ്വസിക്കുന്നു, ഒരേ സമയം ശൈവശക്തിയാൽ ഉയർകൊണ്ട് നിൽക്കുന്നു. സ്ത്രീകൾ അങ്ങനെയല്ലല്ലോ. സ്ത്രീകൾക്ക് നമ്മള് ദികരാഗ്രേ ലക്ഷ്മി, ദികരമധ്യേ സരസ്വതി, ദികരമൂലേ പാർവതി. അർദ്ധനാരീശ്വരാകൃതിയാണ് മനുഷ്യൻ, പക്ഷെ പാരലായിട്ട് സ്ത്രീഭാവമാണ്. അവരുടെ മാറിടം പാർവതിയുടെ കൂടാണ്. അതായത് ഇപ്പോഴാണ് അതിന്റെ യഥാർത്ഥ ഉത്തരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണ് ക്രോസ് ആയിട്ടാണ് സ്ത്രീകളുടെ ചൈതന്യം. സ്ത്രീകൾക്ക് കെട്ടിപ്പിടിച്ചാൽ മാത്രമാണ് അവരുടെ ശരീരത്തിലേക്ക് ആ കുഞ്ഞിനെ ചേർത്ത് കെട്ടിപ്പിടിച്ചാൽ മാത്രമാണ് അവർക്ക് സ്നേഹത്തെ പകരുവാൻ കഴിയുള്ളൂ. ക്രോസ് ചെയ്തുകൊണ്ടാണ് സ്ത്രൈണശക്തി, ലംബമായിട്ടാണ് പുരുഷശക്തി. ശരീരത്തിലെ ദികരാഗ്രേ ലക്ഷ്മി, ദികരമധ്യേ സരസ്വതി, ദികരമൂലേ പാർവതി. കരമൂലത്തിലാണ് മുലകള്. ഇപ്പോ അങ്ങനെയായിട്ടുള്ള സ്ത്രീകള് ഹൃദയസ്ഥാനം മറയ്ക്കാം. അവരുടെ സ്വകാര്യ ഭാഗമാണത്. അവരുടെ സ്വകാര്യ ഭാഗമാകയാൽ ഹൃദയസ്ഥാനം മറയ്ക്കാം. കാരണം അവര് വൈഷ്ണവ ശക്തിയുടെ, ആ ജീവാത്മശക്തിയുടെ വൈഭവത്തിൽ ജനിച്ച പരമാത്മ ചൈതന്യമാണ്. അവർക്ക്, ഞാൻ പറഞ്ഞിട്ടില്ലേ, സ്ത്രീകള് സഞ്ചരിക്കുന്നത് ജ്ഞാനത്തിൽ നിന്നും, ബ്രെയിനിൽ നിന്നും മനസ്സിലേക്കാണ്. ജ്ഞാനത്തിൽ നിന്നും സ്നേഹത്തിലേക്കാണ്. പുരുഷൻ സഞ്ചരിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ്. അമ്മയുടെ സ്നേഹത്തിൽ നിന്നും ജ്ഞാനത്തിലേക്കാണ്. അതായത് മനസ്സിൽ നിന്നും ബ്രെയിനിലേക്കാണ്. മനോശക്തിയിൽ നിന്നും ആത്മശക്തിയിലേക്കാണ്, അറിവിലേക്കാണ് പുരുഷൻ സഞ്ചരിക്കുന്നത്. അറിവിൽ നിന്ന് സ്നേഹത്തിലേക്കാണ് സ്ത്രീകൾ സഞ്ചരിക്കുന്നത്. അപ്പൊ ഇത്രയും അങ്ങോട്ട് പോകണ്ട. അതിനിപ്പുറം വെച്ച് നിർത്തിയിട്ട് ഞാൻ പറയുവാണ്, ത്രിഗണ വൈഭവമായിരിക്കുന്ന, അതായത് അതെ, എനിക്ക് അല്ലെങ്കിൽ സാമാന്യം അങ്ങനെ പറഞ്ഞു മനസ്സിലായി. അപ്പൊ എനിക്കൊരു ഇടയ്ക്ക് കയറിയൊരു ചോദ്യം ചോദിക്കാൻ, കാരണം വെച്ച് കഴിഞ്ഞാല് ഈ സംശയം വരുന്നതിന് സമയം നോക്കേണ്ട കാര്യമില്ലല്ലോ. ഇല്ല, സംശയം ചോദിച്ചാൽ അപ്പൊ തീർക്കാലോ. അതെ, നമുക്കിപ്പോ ഉത്തരേന്ത്യയിലെ ക്ഷേത്രങ്ങളും നമ്മുടെ കേരളത്തിലെ ക്ഷേത്രങ്ങളുമായിട്ടേ ആചാര സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ഭക്തരുമായി ബന്ധപ്പെട്ടോ ഏതെങ്കിലും തരത്തിലുള്ള താരതമ്യമുണ്ടോ, അത് വ്യത്യാസമുണ്ടോ? അപ്പൊ ഈ തമിഴ്നാട്ടിലും മറ്റു ക്ഷേത്രങ്ങളിലും ഒക്കെ ഇത്തരത്തിലുള്ള പഞ്ചഭൂത ശുദ്ധിയും ചൈതന്യമത്തായ എല്ലാ പ്രോഗ്രാമുകളും തന്നെ എല്ലാ ക്ഷേത്രങ്ങളും തിരുവോലുകളിലും നടക്കുന്നത്. ഇവിടുത്തെ ക്ഷേത്രങ്ങളിൽ ചൈതന്യം തമ്മിൽ വ്യത്യാസമൊന്നും ഇല്ലല്ലോ. ഉണ്ട്, അതാണ് അറിയേണ്ടത്. അതാ അറിയേണ്ടത്. ഉത്തരേന്ത്യയിലെ ക്ഷേത്രങ്ങൾക്കല്ല പ്രാധാന്യം, ഹിമാലയത്തിനാണ് പ്രാധാന്യം. ജീവനെ പർവ്വതീകരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ടവറായിരിക്കുന്ന ഹിമാലയം, ജീവന് ഹൈറേഞ്ച് നൽകുന്ന ആ ഹൈറേഞ്ച് ആയിരിക്കുന്ന ഹിമവാൻ, ആരും കീഴടക്കാൻ കഴിയാതെ മഹിയും ഹിമയും ചേർന്നിരിക്കുന്ന ആ ലോകത്തിലെ ഏറ്റവും ഉയർന്ന പീഠത്തിൽ മണ്ണും ജലവും ചേർന്നിരിക്കുന്ന വലിയ പർവ്വതം, ആ പാർവതിയുടെ കൂട് അവിടെ ഉള്ളിടത്തോളം കാലം, ജീവന് വിലാസം തീർക്കുന്ന കൈലാസം അവിടെ നിൽക്കുന്നിടത്തോളം കാലം ജീവനെ ജനിപ്പിക്കുവാനായിട്ട് അവിടെ ഒരു ഗർഭഗ്രഹത്തിന്റെ ആവശ്യമില്ല. അത് മഹാഭാരതവും മറ്റ് ഗ്രന്ഥങ്ങളും ഒക്കെ പരാമർശിക്കുമ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്, ഈ നമ്മുടെ ഹിമാലയത്തിന് ചുറ്റുമാണ് ജീവൻ ജനിച്ചത്. 33 കോടി ചരാചരങ്ങൾ 6-ാം മന്വന്തരത്തിൽ ഹിമാലയത്തിന് ചുറ്റുമുണ്ടായിരുന്നു എന്ന് വേദം. അപ്പൊ അത്രയും രസകരമാണ് ഈ സംഭവങ്ങള്. ഇപ്പൊ ജീവനെ ജനിപ്പിക്കുന്നതിന് കാരണമായിരിക്കുന്ന ഏറ്റവും ശൈവ നിലയമായിരിക്കുന്ന ഹിമയുടെ കൂടായിരിക്കുന്ന വിലാസിനിയായിരിക്കുന്ന, വിലാസം തീർക്കുന്ന നമയായിരിക്കുന്ന സർവനാമത്തിനും കാരണയായിരിക്കുന്ന ആ പാർവതിയുടെ കൂടായി ആ ഹിമാലയം അവിടെ ഉള്ളിടത്തോളം കാലം അവിടെ മറ്റൊരു ഗർഭഗ്രഹത്തിന് യാതൊരു പ്രസക്തിയുമില്ല. അവിടെയാണ് ഉത്തരേന്ത്യയിലെ ക്ഷേത്രങ്ങള് നവഗ്രഹങ്ങൾക്ക് പ്രാധാന്യമുള്ളതാണ്. ഞാൻ ഓരോ ക്ഷേത്രങ്ങളുടെയും എണ്ണി പറഞ്ഞു തരാം. ഓരോ ക്ഷേത്രങ്ങളും ബുധൻ ശനിയുടെ ശത്രുവാണ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങളുണ്ടല്ലോ.
ആ നവഗ്രഹങ്ങൾക്ക് പ്രാധാന്യമുള്ള ഇടങ്ങളിൽ, ശുദ്ധിയുള്ള ഇടങ്ങളില്, പുണ്യ കേന്ദ്രങ്ങളില്, അവിടെയെല്ലാം വെറുതെ ഒരു സ്ഥലത്തും ക്ഷേത്രമില്ല. എനർജിയെ ജനിപ്പിക്കുന്ന, അതായത് എത്ര കോടിക്കണക്കിന് ജനങ്ങൾ വന്നാലും എനർജിയെ സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന ശ്രീമൂല സ്ഥാനങ്ങളിൽ മാത്രമാണ് പുണ്യ തീർത്ഥങ്ങളായിട്ടുള്ള ക്ഷേത്രങ്ങൾ ഭാരതത്തിൽ നിലനിൽക്കുന്നത്. അപ്പൊ സന്തോഷ്, വേറൊരു കാര്യമായിട്ടൊരു സംഭവം അതിനകത്ത് വരിക എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ കാര്യങ്ങളെ കുറിച്ച് ഗ്രാഹ്യമില്ലാതെയാണല്ലോ ഈശ്വര ഇവിടുത്തെ ആചാര്യന്മാരെന്ന് വിശ്വസിക്കുന്ന ആളുകള് ഈ കേരളത്തിലെ ക്ഷേത്രങ്ങളെയും മറ്റു ക്ഷേത്രങ്ങളെയും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോ ഇത് രണ്ടും ഒരുപോലെയാണെന്നുള്ള ധാരണ വെച്ചുകൊണ്ടാണല്ലോ ഇവർ സംസാരിക്കുന്നത്. ഇപ്പൊ അങ്ങ് പ്രണവേദയിലൂടെ അത് പറയാൻ ഇവിടെ എല്ലാത്തിനും രാഷ്ട്രീയ ഉത്തരം മാത്രം തേടുന്ന നമ്മുടെ ആത്മീയാചാര്യന്മാര്, നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാര്, വേദസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലെങ്കിലും അഭിപ്രായമല്ല വേണ്ടത്, അറിവാണ് വേണ്ടത്. അറിവാണ് വേണ്ടതെങ്കിൽ അത് വേദത്തിലുണ്ട്. നമ്മുടെ എന്ന് വെച്ചാൽ അത്രയും ബ്രഹ്മാണ്ഡമായിട്ടുള്ള ഗ്രന്ഥലോകമുള്ള ഇടമാണ് ഭാരതം. ലോകത്തിലെ സപ്തഭൂഖണ്ഡങ്ങളിലെയും അറിവുകളെ ചേർത്ത് വെച്ചിരിക്കുന്ന ഇടം ഏതാണ്? മാനവരാശിയുടെ എന്നത്തെയും മനനശക്തിയുടെ അളവുകോലിരിക്കുന്നത് ഭാരതത്തിലാണ്. അപ്പൊ സന്തോഷിച്ച് ശരിക്കും അപ്പോ ഇവിടുത്തെ സാധാരണ ജനങ്ങളെ, അതായത് ഭക്തരെ, വിശ്വാസികളെ, മനുഷ്യകുലത്തെ തന്നെയും വഴിതെറ്റിക്കുന്ന രീതിയല്ലേ? വഴിതെറ്റിക്കാണ്. ഇവിടെ അന്ധവിശ്വാസത്തിന്റെ കൂടാരം തീർക്കുകയാണ്. ക്ഷേത്രങ്ങൾ അന്ധവിശ്വാസികൾക്ക് ഒളിച്ചു താമസിക്കാനുള്ള ഇടങ്ങളല്ല, ശാസ്ത്രവിശ്വാസമാണ് ഇവിടെ വേണ്ടത്. ശാസ്ത്ര നിലയങ്ങളാണ് ക്ഷേത്രങ്ങള്. ഇവിടെ ഏലസോ ശ്രീചക്രമോ അല്ലെങ്കിൽ സ്പീഡ് പൂജയോ അല്ലെങ്കിൽ മന്ത്രവാദമോ കൂടോത്രമോ ഒന്നുമല്ല ഇവിടെ വേണ്ടത്. സമൂഹത്തില് അന്ധത കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സമൂഹം പോലെ ആക്കി തീർത്തിട്ട് ഈ ഡ്രസ് കോഡ്, അതായത് ഈ കാവിയും രുദ്രാക്ഷവും ഒക്കെ മനുഷ്യനെ പറ്റിക്കുന്നതിന് വേണ്ടി തന്നെയല്ലേ ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബഹുഭൂരിപക്ഷ ആളുകളും. ഞാൻ ഇതൊന്നും പറയാൻ പക്ഷെ ഇവിടെ നടക്കുന്നത് കാണുമ്പോ സങ്കടമാണ്.